വെറും 600 പേരെ വെച്ചാണ് ഹെർണൻ കോർട്ടസ് എന്ന സ്പാനിഷുകാരൻ ഏസ്റ്റക് എംപയറിനെ മുഴുവനായി കീഴടക്കിയത്. അതെ, വെറും 600 പേർ. ഏസ്റ്റക് എംപയറിൽ അവർ കാലുകുത്തിയപ്പോൾ സ്പാനിഷ് പട്ടാളക്കാർ ഒന്ന് വിറച്ചു. കാരണം ഇവർ വെറും 600 പേരാണ്, പക്ഷെ അവർ ഒരുപാടുണ്ടായിരുന്നു. ഈ സമയം ഹെർണൻ കോർട്ടസിന് ഇത് മനസ്സിലായി, തൻ്റെ പട്ടാളക്കാർ പേടിച്ചിരിക്കുകയാണ്, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ സമയം ഹെർണൻ കോർട്ടസ് ഒരു ഉത്തരവിട്ടു. ബേൺ ദ ഷിപ്സ് എന്നാണ് ആ ഒരു ഉത്തരവിനെ ഇപ്പോൾ അറിയപ്പെടുന്നത്. അതായത് അവർ വന്നിരുന്ന കപ്പലുകൾ മുഴുവൻ അഴിച്ചുവിട്ടു. അതായത് ഇനി അവർക്ക് തിരിച്ചു പോകണമെങ്കിൽ ഏസ്റ്റക് എംപയറുടെ കപ്പലുകളിൽ മാത്രമേ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഈ ഒരു സംഭവം നടന്നതിലൂടെ ആ പട്ടാളക്കാർക്ക് മനസ്സിലായി, ഇനി ജയിക്കുകയല്ലാതെ വേറെ വഴിയില്ല. കാരണം ജയിച്ചാൽ മാത്രമേ അവർക്ക് ആ കപ്പലുകൾ കിട്ടുള്ളൂ, ആ കപ്പലുകൾ കിട്ടിയാൽ മാത്രമേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. സോ ആ ഒരു സമയത്ത് അവർക്ക് പ്ലാൻ ബി എന്നൊരു ഓപ്ഷൻ ഇല്ല, ആകെ ഒരേ ഒരു പ്ലാൻ എ. സോ ഇങ്ങനെ ചെയ്തതിലൂടെ അവർക്കൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ പോലെ, അതായത് ജയിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ് എന്നുള്ള രീതി. സോ ആ സമയം അവർക്ക് പറ്റുന്നത്ര ഫുൾ എഫേർട്ട് ഇട്ട് അവരത് വിജയിച്ചു. ഈ ബേൺ ദ ഷിപ്സ് എന്നുള്ളൊരു വാക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ആകെ ഒരേ ഒരു പ്ലാൻ മാത്രം വെക്കുക. ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മറ്റേത് ചെയ്യുമെന്ന് പറയാതെ ആകെ ഒരേ ഒരു പ്ലാൻ വെക്കുക, പ്ലാൻ എ മാത്രം. പ്ലാൻ ബി ഒരിക്കലും വെക്കരുത്. പ്ലാൻ ബി അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിന് ഫുള്ളായിട്ടുള്ളൊരു എഫേർട്ട് കൊടുക്കില്ല. അതായത് ഇതിൽ ജയിച്ചില്ലെങ്കിലും എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ വരും. സോ അങ്ങനെ ചെയ്യാതെ ഒരേ ഒരു പ്ലാൻ മാത്രം വെക്കാൻ ശ്രമിക്കുക. പ്ലാൻ ബി ഉണ്ടെങ്കിൽ അതിന് എത്രയും വേഗം ബേൺ ചെയ്യുക.